1926 ആരംഭം കുറിച്ച് ഏറെ വൈവിധ്യമാർന്ന സംസ്കൃതി കൊണ്ട് സമ്പന്നമായ കോഴിക്കോട് എന്ന മഹാപട്ടണത്തിന് കോഴിക്കോടിൻ്റെ ചരിത്രത്തോളം വലിപ്പമുള്ള പ്രാധാന്യമുള്ള ഒരു സ്ഥാപനം, ഒപ്പം തന്നെ ഫൗണ്ടർ AP ബാലകൃഷ്ണപിള്ള എന്ന വ്യക്തിത്വം, അദ്ദേഹം കൗൺസിലും അതോടൊപ്പം തന്നെ ഒരു വ്യാപാരി എന്നതിനപ്പുറത്ത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MLA എന്നെ നോക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പത്രദീപം കൊളുത്തി വിത്ത് ലൈറ്റിംഗ് ഓഫ് ട്രഡീഷണൽ ലാമ്പ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാന്യനായ മുൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയറും MLAയുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ, മറ്റു പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. With the lighting of the glorious 100 years, the most respective moment. With the lighting of traditional lamp, ഏറ്റവും സവിശേഷമായ നിമിഷം AP ബാലകൃഷ്ണപിള്ള ജുവലേഴ്സിൻ്റെ 100 വർഷത്തിൻ്റെ നിറവിലുള്ള ഈ ആഘോഷ നിമിഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നത്. "100 years of legacy, celebrating absolutely wonderful evening, wonderful day, which is ever memorable. This is the most respective one. താങ്ക് യു ഓൾ. 1 മിനിറ്റ് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ട്. അതിനുശേഷം ബഹുമാന്യനായ MLA ഉദ്ഘാടകനെ, മുഖ്യ അതിഥിയെ സംസാരത്തിനെ ക്ഷണിക്കുന്നതാണ്. സോ പ്ലീസ്. 1920കളിൽ പ്രതീക്ഷകൾ മാത്രം കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ചേക്കേറി. ആഭരണ കച്ചവട രംഗത്ത് ഒരു സഹായിയായി തുടങ്ങിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ
ആഭരണ വ്യാപാരത്തിൽ പ്രാവീണ്യം നേടി. പിന്നീട് സഹോദരി ഭർത്താവിനോടൊപ്പം ചേർന്ന് ഒരു ചെറിയ പീടികമുറിയിൽ പുൽപ്പായിലിരുന്ന് ആഭരണം പെട്ടിയുമായി കച്ചവടം തുടങ്ങി. പതിയെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത അദ്ദേഹം കോഴിക്കോട്ടെ ആഭരണ കച്ചവട മേഖലയെ തന്നെ മാറ്റിമറിച്ചു. 1950ഓടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40-ലധികം ആഭരണ നിർമ്മാണ വിദഗ്ധർ അദ്ദേഹത്തിനു വേണ്ടി ജോലി ചെയ്തു. 1961 കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് ആഭരണ ഷോറൂം തുറന്നുകൊണ്ട് അദ്ദേഹം ആഭരണ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ബിസിനസ്സിനപ്പുറം അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവും സാംസ്കാരിക നായകനും കായിക പ്രേമിയും കോർപ്പറേഷൻ കൗൺസിലറുമൊക്കെയായിരുന്നു. ഒരു പുൽപ്പായിലിരുന്ന് സ്വപ്നം കാണാൻ ധൈര്യം കാണിച്ച ആ മഹാൻ. യെസ്, ഓക്കെ. നമ്മുടെ ബഹുമാന്യനായ MLA മുഖ്യാതിഥി ഉദ്ഘാടകൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകനും ആഭരണ വ്യാപാരിയുമായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ, നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ചിത്രകാരൻ, ശിലാലേഖന വിദഗ്ധൻ, കാലിക്കറ്റ് സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ MR രാഘവ വാര്യർ, മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായിട്ടുള്ള ശ്രീ PV ചന്ദ്രൻ, മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ നിത്യാനന്ദ കമ്മത്ത്, കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ശ്രീ അരുൺ മല്ലർ, മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ അരുൺ രാംദാസ് നായിക്, സെക്രട്ടറി ദേശപോഷിണി ശ്രീ PK പ്രകാശൻ, ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുനിൽ സിംഗ്, ബാലകൃഷ്ണപിള്ളയുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള ശ്രീ AP സായിനാരായണൻ, ശ്രീമതി സിന്ധു പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള ശ്രീ പത്മനാഭൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബാലകൃഷ്ണപിള്ളയുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീ AP ബാലകൃഷ്ണപിള്ള സ്വർണ്ണ വ്യാപാരം ഇവിടെ ആരംഭിച്ചിട്ട് 100 വർഷം പൂർത്തിയായതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശതാബ്ദി ആഘോഷമാണ് നടക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആറുവാര് ചിലപ്പോൾ ഇവിടെ ആർക്കും ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും ഓർമ്മയുണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അപൂർവം ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഒരു കണ്ണട വ്യാപാരം അവിടെ നടത്തുന്നിരുന്നു കുറേ കാലം. കാരണം ഒരു ആദ്യത്തെ ജ്വല്ലറികളിലൊന്നാണത് പ്രധാനപ്പെട്ട. പക്ഷെ അന്ന് ഇന്നത്തെ മാതിരിയുള്ള ആഭരണ വ്യാപാരമല്ല. മറ്റൊന്ന് വെങ്കടേഷ് നായക്കുണ്ട്. ഇങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള, അതും ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന നിലത്തിരുന്നു കൊണ്ടുള്ള കച്ചവടം. ഇപ്പോൾ ആകെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് അങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനം കാരാൾക്കടയാണ്. അവിടെ ഇപ്പോഴും നിലത്തിരുന്നു കൊണ്ട് അവരുടെ കച്ചവടം കണ്ടിട്ടുണ്ടാകും. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാതെ. പക്ഷെ കാലം മാറി, നമുക്കെല്ലാം മാറി, സ്വാഭാവികം മാത്രമാണ്. അതിന് മറ്റ് പ്രത്യേകതകളൊന്നും അതിനില്ല. പക്ഷേ ഈ ആറുവാരുടെ ഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ പിതാമഹന്മാർ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നോ മറ്റോ ആണ് ഇവിടെ വന്നിട്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണത്. ഇപ്പോൾ ഇവർക്കാർക്കും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഒരു പക്ഷേ ആ സ്ഥലം തന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക്. കാരണം ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ബാലകൃഷ്ണപിള്ള ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, എനിക്കുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴല്ല, ഒരു 65 കൊല്ലങ്ങൾക്ക് മുമ്പ്. അത്രയും കാലം അത്രയും ബന്ധമുള്ള. കാരണം ഇവരുടെ എന്ത് പരിപാടികൾക്കും ഞങ്ങളുണ്ടാവും. എൻ്റെ വീട്ടിലും എന്തുണ്ടെങ്കിലും ശരി, ബാലകൃഷ്ണപിള്ള എൻ്റെ അച്ഛനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. എന്ത് പരിപാടി ഇട്ടാലും വന്ന് അവിടെ വരും. എന്നിട്ട് അച്ഛനുമായിട്ടൊന്നും സംസാരിച്ചിട്ടേ ഇതാക്കുള്ളൂ. അച്ഛൻ്റെ ഒരു ശിഷ്യനാണ്. ഇവർ ശബരിമലയ്ക്ക് പോകുന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. ഇവരൊക്കെ കുട്ടികളാകുമ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുള്ളതാണ് ഇവരൊക്കെ. അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ബാലകൃഷ്ണപിള്ളയായിട്ടൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം. അച്ഛൻ 78 മരിച്ചു, അദ്ദേഹം 82 മരിച്ചു. 4 വർഷത്തെ ഇടവേളയിൽ 67 വയസ്സിൽ അദ്ദേഹം മരിച്ചു.
എൻ്റെ അച്ഛൻ 69 വയസ്സ് വരെ നിന്നു. ആ കാലത്തൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് ഷഷ്ടിപൂർത്തി, ഞാനൊക്കെ ഒരുപാട് പരിപാടികൾക്ക് പോയിരുന്നു. ഷഷ്ടിപൂർത്തി ആഘോഷം വലിയ കേമായിരുന്നു. ഇപ്പം നവതി ആഘോഷങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള രാഘവവാര്യനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 90 വയസ്സ് കഴിഞ്ഞപ്പോഴും നല്ല എന്ത് ഉഷാറായിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമുക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ആയുർദൈർഘ്യം വളരെ കൂടിയിട്ടുള്ളൊരു കാലഘട്ടം. പണ്ട് അങ്ങനെയല്ല. ആ സ്ഥിതിവിശേഷം ആകെ മാറിപ്പോയി. പക്ഷേ ഒരു കാലയളവിനുള്ളിൽ 67 വയസ്സായാലും അദ്ദേഹം ആ കാലയളവിനുള്ളിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഭരണ വ്യാപാര മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾ. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, പഴയ ഇന്ന് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്നത്തെ അല്ല നാളെ, അങ്ങനത്തെ ഒരു ലോകത്തിലപ്പം നമ്മൾ ജീവിക്കുന്നത്. AI കൂടെ കാലമല്ലേ, എന്തെങ്കിലും മനുഷ്യൻ്റെ തന്നെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ആരെ വേണമെങ്കിലും ഇപ്പോൾ ഒരു മിനിറ്റിനകം ഉണ്ടാക്കി തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ നിങ്ങളൊരു 100 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു? എന്തെങ്കിലും കോഴിക്കോട് തന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ പരിമിതമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഇവർ 2 പേര്, ഒന്ന് ശാന്തഭവൻ കൃഷ്ണൻ നായരെന്ന്, അളകാവൂര് കൃഷ്ണൻ നായരെന്നുള്ള ആരും അങ്ങനെ കേട്ടില്ലേ? എല്ലാവർക്കും ശാന്തഭവൻ കൃഷ്ണൻ നായരേ ഉള്ളായിരുന്നു. കാരണം ഇവർ 2 പേരും അവിടെ ജോലി ചെയ്തിരുന്ന വളരെ അന്ന് അവരേ ഉള്ളൂ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. പിന്നെ ഒന്ന് വെങ്കടേശ് നായക്കാണ്. അപ്പോൾ ആ നിലയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് 2 ആളും പോയി, 2 ആളും തുടങ്ങി. പക്ഷേ അദ്ദേഹം പിന്നീട് ശാന്തഭവനും ഇതൊക്കെ ആക്കി മാറി ഹോട്ടൽ വ്യവസായ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഇദ്ദേഹം ജ്വല്ലറി മേഖലയിലേക്കും തിരിഞ്ഞു. പക്ഷേ അതിലൊരു പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ. അതാണ് ഞാനിപ്പോൾ ഓർക്കുന്നു. ന്യൂ ബസാറിൽ പണ്ട് കോർപ്പറേഷൻ ബിൽഡിങ്ങാണത്. അതിൽ അന്നൊന്നും അങ്ങനത്തെ ജ്വല്ലറികളില്ല. ഇപ്പോൾ എയർ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ലക്ഷൂറിയസ് ആണ്. വലിയ അത്രയും ആഡംബരമുള്ള ആളുകൾക്കല്ലാതെ വീടുകളിലൊന്നും ഇല്ല. ഇന്നിപ്പോൾ വീടുകളിലടക്കം ലിഫ്റ്റാണ്. ഇപ്പോൾ മാറ്റമൊന്ന് സത്യം പറയാം. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ദിവസം വീട്ടിൽ പോയിന്. അപ്പോൾ മുകളിലേക്ക് കയറേണ്ട ലിഫ്റ്റ് ഉണ്ടെന്നാണ്. ഞാൻ ചോദിച്ചു, ഒരു സ്റ്റെപ്പ് കയറാൻ. അല്ല അതൊന്നും അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അത്ര മാറ്റം ഉണ്ടായിട്ടുള്ളൊരു കാലം. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ ഒരു എയർ കണ്ടീഷൻ ജ്വല്ലറി എന്നൊന്നും പറഞ്ഞാൽ ഒരു ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നു 14 ക്യാരറ്റും ഉണ്ടായിരുന്നു അല്ലേ കൃഷ്ണകുമാർ? പണ്ട് 14 ക്യാരറ്റിൽ പണ്ട് ഈ ഇതിനെപ്പറ്റി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ, സ്വർണത്തെക്കുറിച്ചിട്ട്. സ്വർണ്ണ നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ആ കാലത്ത് വന്നപ്പം അന്ന് 14 ക്യാരറ്റ് മൂപ്പരാണ് ആദ്യം ഇറക്കിയത്. വലിയ കാരണം ബാലകൃഷ്ണപിള്ളേൻ്റെ അടുത്ത് പോകണം സെലക്ഷൻ കിട്ടണമെങ്കിൽ, പല പുതിയ ഡിസൈനുകളും കിട്ടണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു AP ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളൊന്നും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല എന്നുള്ള. ഇതിനൊക്കെ പുറമെ ഇതൊക്കെ വ്യാപാരം, ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനം കൂടി അദ്ദേഹം. അവിടെ നിറഞ്ഞു നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് നിന്നിട്ടുള്ള 62 മുതൽ 68 വരെ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ച് 5 വർഷക്കാലം കോർപ്പറേഷൻ കൗൺസിലറായിട്ട് നിന്നുണ്ട്. ഇതിന് പുറമെ അവിടെ ദേശഭൂഷണിയുടെ എല്ലാമാണ് അദ്ദേഹം ശരിക്ക് പറഞ്ഞാൽ. കാരണം ഇത്രയും സാധാരണ നിലയിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം ഉണ്ടാവില്ല, സ്വാഭാവികം മാത്രമാണ്. കാരണം എപ്പോഴും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. വളരെ പരിമിതമായിട്ടുള്ള, ഇപ്പോൾ റോട്ടറിയിലായാലും ലയൻസിലായാലും ഒക്കെ വൈകുന്നേരം ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ അവരൊക്കെ എത്തുള്ളൂ. അതുവരെ ആരും കിട്ടില്ല. പക്ഷേ ബാലകൃഷ്ണപിള്ള അതിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം ഈ ദേശഭൂഷണിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡൻ്റായിട്ട് നിരവധി വർഷം അദ്ദേഹം നിലനിന്നിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു പണ്ടൊരു ചോയ്ക്കുട്ടിയായിട്ടാണ് അങ്ങനെ ആരും ചെയ്യുന്നതിൻ്റെ പ്രസിഡൻ്റ് അല്ലേ ഒരു അത് കഴിഞ്ഞിട്ട് മൂപ്പരാണ് പിന്നെ വന്നിട്ടുള്ളത്. കാരണം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ബാലസംഘം രൂപീകരിച്ചു. അതിനെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഒരു നടനും കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ആ പ്രദേശം എന്ന് പറഞ്ഞാൽ കുതിരവട്ടം, പുതിയേറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം SK പൊറ്റക്കാടിൻ്റെ, അതേമാതിരി കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, അങ്ങനെ തുടങ്ങി നിരവധി പേരുടെ ഒരു സംഗമ സ്ഥലമാണത്. അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു വായനശാലകളുടെയൊക്കെ ഒരു കാലം നമുക്ക് ശരിക്കും ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത. കാരണം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ നിലയ്ക്കുമുള്ള വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഒരു കാലത്തെ ഗ്രന്ഥശാല സംഘങ്ങളും വായനശാലകളും. പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അതിലേറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആ കാലത്ത്. കാരണം ശരിക്കും കുതിരവട്ടം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അന്നൊക്കത്തെ കാലത്തൊക്കെ ഒരു ഗ്രാമമാണ് ശരിക്കും. പിന്നീട് ഇന്നത്തെ അവസ്ഥയല്ല. ഇന്ന് കാണുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും രൂപീകരിച്ചിട്ടില്ല. അതുമല്ല, നാടകം പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ബാലകൃഷ്ണപിള്ളതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഇത്രയും കച്ചവടവും കാര്യമുള്ള ഒരാൾ എങ്ങനെ അതിന് സമയം കണ്ടെത്തുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ. പക്ഷെ അതിനൊക്കെ അദ്ദേഹം സമയം കിട്ടുക ഒരു പൊതുപ്രവർത്തകനായിട്ട് നിറഞ്ഞു നിന്ന ഒരുപാട് കാലം. ഞാനിപ്പോൾ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ SS ദാസ് സ്വാമിയാണ്. മൂപ്പര് ഇതൊന്നുമല്ല, നേരെ വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഇവർ രണ്ടാളും ദേശഭൂഷണിൻ്റെ പിന്നെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ തന്നെയാണ് ഇന്നും ഇപ്പോഴും വീട് അവിടെ തന്നെയാണ്. കാരണം ഇങ്ങനെ ഞങ്ങളുമായിട്ടുള്ളൊരു അത്രയും അടുത്ത ബന്ധം. ഇവരുടെ എല്ലാ കാര്യങ്ങളും, ഇവരുടെ എല്ലാ കല്യാണത്തിനും ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കല്യാണത്തിനും, ഇദ്ദേഹത്തിൻ്റെ കല്യാണത്തിനടക്കം വന്നിട്ടുണ്ട്. കൊല്ലങ്ങൾ എത്രയെന്നറിയോ? ടോളിറൻസിലെ എഞ്ചിനീയർ ചെയ്യുന്ന അദ്ദേഹം. കാരണം ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. അദ്ദേഹത്തിൻ്റെ മരുമക്കൾ ഒക്കെ ഇവിടെ ജ്വല്ലറികൾ വേറെ ആരംഭിച്ചു കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് നിറഞ്ഞു നിന്ന് എല്ലാവരും അറിയപ്പെടുന്ന നിലയിലേക്ക് അദ്ദേഹം ആഭരണ വ്യാപാരം മാത്രമല്ല രംഗത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരു സാധാരണ നിലയിൽ ഒരു വ്യാപാരിക്ക് കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടും കൊണ്ടുപോയി എന്നുള്ളതാണ്. സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട്. കാരണം പലതും അവിടെ അദ്ദേഹത്തിൻ്റേതൊരു അവസാന വാക്കാണ്. കാരണം പലവരും പോയി ചോദിക്കുന്നത്, എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ. എന്തായാലും ആ വലിയ മനുഷ്യൻ്റെ എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം മക്കളൊന്നും അതൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള. സാധാരണ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന അച്ഛനെ തന്നെ അറിയാത്ത കാലമാണ്. അനാഥാലയങ്ങളിൽ കൊണ്ടുവയ്ക്കുന്ന എത്രയോ പേരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, തിരിഞ്ഞു നോക്കാത്ത. മരിച്ചിട്ട് ആഴ്ചകൾ കഴിയണം മോർച്ചറിയിൽ നിന്ന് ശവെടുക്കണമെങ്കിൽ മക്കൾ വരില്ല, ദൂരെയല്ല എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തീർച്ചയായിട്ടും അതെപ്പോഴും വേണ്ടതാണ്. ശരിക്കും നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. നമ്മളാക്കുന്നത് അവരാണെന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. കാരണം അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കുടുംബം തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ ശരിക്കും ഒരു ഷോപ്പിൽ ജോലിക്ക് നിന്നുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അവരുടെ കഠിനാധ്വാനം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അത് ഓർക്കുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട്. എനിക്ക് ഇന്നത്തേത് ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഇതുകൊണ്ട് ഇതിന് വരാതിരിക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം, അതാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ അറിയാം, മക്കൾക്കറിയാം ഞങ്ങളെ അദ്ദേഹമായിട്ട്, എൻ്റെ കുടുംബം അവരുമായിട്ടുള്ള ബന്ധം എന്താണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് വന്നിട്ട് ഇത് ചെയ്യുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം തന്നെ പോകേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ അദ്ദേഹം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ ഒക്കെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ.